ഒരു പെൺ സിംഹം എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. കഷ്ടായി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിഗംഭീരമായിട്ടുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത്. പേര് കേട്ടാൽ തന്നെ ഞെട്ടും. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും തന്റെ ആഗ്രഹങ്ങൾ ഇന്നും കീഴടക്കുവാൻ വേണ്ടി ഇന്നും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺപുലി. അല്ല, സോഷ്യൽ മീഡിയ ഒന്നാകെ തരംഗം സൃഷ്ടിച്ച ഒരു പെൺ സിംഹം എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഒരു കാലത്ത് മലയാള സിനിമ മൊത്തം പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് മലയാള സിനിമയെ പിടിച്ചു നിർത്തിയ ഒരാളുണ്ട്. ആ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്രയായിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. ആ പേര് പറയുമ്പോ തന്നെ അതിന്റെ രോമങ്ങളൊക്കെ എണീറ്റ് നിൽക്കും. മലയാളികളുടെ രോമാഞ്ചമായ ഷക്കീല. നമ്മുടെ സ്വന്തം ഷക്കീലാമ്മയോടൊപ്പമാണ്. വെൽക്കം ബാക്ക് ടു അവർ ഷോ നിമിഷ ബിജോ. ഹായ് സണ്ണി. അമ്പട കേമ സണ്ണി കുട്ട. അപ്പൊ നമ്മള് ഷക്കീലയുടെ ഭയങ്കര കടുത്ത ആരാധകയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആള്. അപ്പൊ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. ജൂനിയർ ഷക്കീല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അമ്മയുടെ ഒരു ഡയലോഗ് നല്ലപോലെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഹായ് ചേച്ചി, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ. എന്താ കഥ? നിന്നെ ഞാൻ മറക്കേ. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. അപ്പോ ഈ ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് ഭയങ്കര തരംഗമായിട്ടുള്ള ഒരു സാധനമായിരുന്നു ചേച്ചിയുടെ സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഇന്ന് മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇത് എന്റെ ചോദ്യമല്ല കേട്ടോ, ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം. അങ്ങോട്ട് ചോദിച്ചോട്ടെ, ആരിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ല? ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നോണ്ടിരുന്നത്. ചേച്ചി ഒന്ന് ഇവിടെ വരൂ. എങ്ങേച്ചി നിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് നീ ജീവനോട് ഇരിക്കുമ്പോ ഈ ജാനമ്മയുടെ പട്ടി കയറും. നീ പാടി ഒരു പരിധിയുണ്ട്. കുറെ നേരം കിടന്ന് കാണാ ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. ചോദിച്ചത് പിന്നെ നീ എന്തുണ്ടാക്കിയെന്നാ ഈ പറയണത്? അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. ഒരു താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ദേഷ്യം ഞാൻ മോന്ത അടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോണ്ട് വന്നിട്ട് മേലാക്കി ഈ പിടിച്ചോണ്ടല്ലോ. എന്താടി നിന്റെ നാക്കിറങ്ങി പോയോ? കാര്യം പറയുമ്പോ ഒലിപ്പിക്കല കണ്ണീര്. വേണ്ട, കരയണ്ട. കുട്ടി കുട്ടി കരയണു. അവരെന്റെ ഭാഗത്തുനിന്ന് കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? കരയണു. കുട്ടി ഇതിന്റെ ഞാൻ പറയണ കേൾക്കും. അതായത് അങ്ങനെ എല്ലാം കൊണ്ടും ഇനി അടിപൊളിയായി തന്നെ മുമ്പോട്ട് പോട്ടെ. അവരുടെ വിജയം എന്താ പറയാ, അവര് റീൽസും കാര്യങ്ങളായിരുന്നു. ഇനിയും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡിലൻ വീഡിയോയിൽ ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാൻ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോകൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.